നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യണം, കൺസ്ട്രക്ഷൻ ഓഫ് പർച്ചേസ് ഓഫ് ബിൽഡിങ്സ്, പർച്ചേസ് ഓഫ് വെഹിക്കിൾസ്. ഹലോ സ്റ്റുഡൻസ്, സോ നമ്മൾ നോക്കാൻ പോകുന്നത് ACCയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പറിലെ വൺ ഓഫ് ദ കീ കോൺസെപ്റ്റ്സ്. അതുകൂടാതെ എല്ലാവർക്കും എപ്പോഴും ഡൗട്ട് വരുന്നൊരു കോൺസെപ്റ്റാണെന്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, എങ്ങനെയാണ് അതിനെ അക്കൗണ്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ത്രൂ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പം നമ്മൾ ആസ് എ ബിസിനസ്, ആസ് എ കമ്പനി കുറേ ചിലവ് കമ്പനിക്ക് വരും, ശരിയല്ലേ? കമ്പനിക്ക് കുറേ ചിലവ് വരും, കുറേ എക്സ്പെൻസ് വരും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ജനറലായിട്ട് പറയാൻ പറ്റില്ല. ജസ്റ്റ് അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? നിങ്ങൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എല്ലാം പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ബിസിനസ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ, നോട്ട് ഓൾ എക്സ്പെൻഡിച്ചർ ഇസ് ട്രീറ്റഡ് ഇൻ ദ സെയിം അക്കൗണ്ടിങ്, ശരിയല്ലേ? കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ശരിയല്ലേ? FS ആക്യുറേറ്റ് ആകണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ ചെയ്യണം, അല്ലേ? എല്ലാ എക്സ്പെൻസിനും ജനറലായിട്ടൊരു ഹെഡിൽ കാണിച്ചാൽ ശരിയാവില്ല. പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തില്ല എങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ആക്യുറസി കുറയും, അതിൻ്റെ ക്വാളിറ്റി കുറയും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എങ്ങനെയാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇതിനെ അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, ദെയർ ബൈ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, മീനിങ് ഓഫ് എക്സ്പെൻഡിച്ചർ. ആദ്യമേ നമുക്ക് എക്സ്പെൻസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, കുറച്ചും കൂടെ ബേസിക്സിലേക്ക് ഇറങ്ങാം. ഓക്കെ, എക്സ്പെൻസ് എന്താണെന്ന് ആദ്യമേ അറിയാത്തവർക്കൊന്ന് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ എമൗണ്ട് സ്പെൻഡ് ബൈ എ ബിസിനസ് ടു അക്വയർ ഗുഡ്സ്, സർവീസസ് ഓർ ബെനിഫിറ്റ്സ്, അല്ലേ? എക്സ്പെൻഡിച്ചർ മേ പ്രൊവൈഡ് ഷോർട്ട് ടേം ഓർ ലോങ് ടേം ബെനിഫിറ്റ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കാം, എന്തെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യാനായിരിക്കാം, എന്തിന് വേണമെങ്കിലും ആയിരിക്കാം. അപ്പോൾ എന്തായാലും അതിന് എന്താ നമ്മൾ പറയാം, എന്ത് ചിലവായാലും നമ്മൾ എന്ത് പറയാം, എക്സ്പെൻഡിച്ചറാണെന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ കുറച്ച് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാനായിരിക്കും, ചിലപ്പോൾ ഷോർട്ട് ടേം ബെനിഫിറ്റ് കിട്ടാനായിരിക്കും. ഇപ്പോൾ വലിയൊരു മെഷീൻ വാങ്ങിച്ചെന്ന് വിചാരിക്കും, ഒരു 10 വർഷം ഉപയോഗിക്കാനാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ശരിയല്ലേ? ആൻഡ് അതുകൂടാതെ നമ്മൾ ഷോർട്ട് ടേം ബെനിഫിറ്റ് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ചിലപ്പോൾ ഇൻവെൻറ്ററി നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്ന് വിചാരിക്കും. അത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, വിറ്റ് തീർക്കും, ശരിയല്ലേ? അപ്പം ഷോർട്ട് ടേം ഓർ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചർ നടത്തും. ഓക്കെ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ബെനിഫിറ്റ്, അല്ലേ? അപ്പോൾ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നൊക്കെ നോക്കിയിട്ട് കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം നോക്കാം എന്തായാലും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ പീരീഡ് ഓഫ് ബെനിഫിറ്റ് റിസീവ്, ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഡീറ്റെയിലായിട്ട് നോക്കാം. ഓക്കെ, യെസ്, ആദ്യം നമുക്ക് എന്ത് നോക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് എക്സ്പെൻഡിച്ചർ ഇൻവോൾവ് ടു അക്വയർ, ഇംപ്രൂവ് ഓർ എക്സ്റ്റെൻഡ് ദ ലൈഫ് ഓഫ് നോൺ കറന്റ് അസറ്റ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്, 10 കോടി രൂപയാണ് വരുന്നത്, അങ്ങനെയാണ് അതെന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു അസറ്റിൻ്റെ വാല്യൂവിനെ കൂട്ടുന്ന ഒരു എക്സ്പെൻഡിച്ചർ നടത്തുകയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ടെന്ന് വിചാരിക്കും, ഹോട്ടൽ ബിസിനസ്സാണെന്ന് വിചാരിക്കും. കറൻ്റ്ലി അതിന് 2 ഫ്ലോറാണുള്ളത്. ആൻഡ് ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 crores ആണ്. ഓക്കെ, വലിയൊരു ഹോട്ടലാണെന്ന് വിചാരിക്കും, 20 കോടിയാണ് ഇപ്പോൾ അതിൻ്റെ വാല്യൂ. ഓക്കെ, 2 ഫ്ലോർ ഉള്ളപ്പോൾ ഞാൻ ആ 20 കോടി എന്തായാലും എന്താ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വന്ന ചിലവാണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഓക്കെ, നോ ഇഷ്യൂസ്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ കോൺസെപ്റ്റ് ശ്രദ്ധിച്ചോ, ഞാൻ ഇനി ആ ഒരു ബിൽഡിങ്ങിൽ ഒരു 3ാമത്തെ ഫ്ലോറും കൂടെ കെട്ടാൻ പോവാണ്. അതിന് വരുന്ന ചിലവ് ഒരു 10 crores ആണ്, 10 കോടി എക്സ്ട്രാ വരും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു 10 കോടി എക്സ്ട്രാ എടുത്ത് ഞാൻ 3ാമത്തെ ഫ്ലോർ പണിത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ റവന്യൂ കിട്ടൂലേ, ശരിയില്ലേ? അസറ്റിൻ്റെ വാല്യൂ കൂടിയില്ലേ? ആ 3ാമത്തെ ഫ്ലോറിൽ നിന്ന് എനിക്ക് എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്തുകൂടെ? ആ 3ാമത്തെ ഫ്ലോറും കൂടെ എനിക്ക് ഇനി ആൾക്കാർക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തുകൂടെ, ശരിയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അസറ്റിൻ്റെ പർച്ചേസ് ചെയ്യുന്ന ചിലവ് എന്തായാലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അത് കൂടാതെ അതിൻ്റെ വാല്യൂവിനെ എൻഹാൻസ് ചെയ്യാൻ പോകുന്നൊരു എക്സ്പെൻസ്, അതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിനെ അക്വയർ ചെയ്യാൻ വരുന്ന ചിലവ്, ആൻഡ് ഓൾസോ അതിൻ്റെ വാല്യൂവിനെ എൻഹാൻസ് ചെയ്യാൻ പോകുന്ന ചിലവ്. ഇപ്പോൾ ഈ കേസിൽ 3ാമത്തെ ഫ്ലോർ നമ്മൾ കെട്ടി, അതുകൊണ്ട് തന്നെ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടിയില്ലേ, അതിന് നമുക്കിനി കൂടുതൽ ബെനിഫിറ്റ് കിട്ടൂലേ? യെസ്, കിട്ടും. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഓക്കെ, പ്രൊവൈഡ്സ് ബെനിഫിറ്റ്സ് ഫോർ മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ, അത് ഓഫ് കോഴ്സ് നമ്മളൊരു അസറ്റ് വാങ്ങിച്ചാൽ അതിന് കൂടുതൽ അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും, ശരിയല്ലേ? റിസൾട്ട്സ് ഇൻ ദ ക്രിയേഷൻ ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ദ അസറ്റ്, അതാണ് മെയിൻ ആയിട്ടുള്ള ടേം വരുന്നത്, എൻഹാൻസ്മെൻറ്റ് ഓഫ് ദ അസറ്റ്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം വാല്യൂ കൂട്ടുന്നതെന്ന് പറഞ്ഞില്ലേ, അതിനാണ് നമ്മൾ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ കുറച്ച് ചിലവ് വരുവാണ്, എന്തൊക്കെയാണെങ്കിലും എന്തായിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഓക്കെ, യെസ്, ഇനി നമുക്ക് അതിൻ്റെ എന്ത് നോക്കാം, ഫീച്ചേഴ്സ് നോക്കാം. ലോങ് ടേം ബെനിഫിറ്റ് ആയിരിക്കും, ഓഫ് കോഴ്സ് ലോങ് ടേം ബെനിഫിറ്റ് ആയിരിക്കും.
എങ്ങനെയായിരിക്കും ഇതിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്? റെക്കോർഡഡ് ആസ് എൻ അസറ്റ് ആയിരിക്കും. ഓക്കെ, റെക്കോർഡഡ് ആസ് എൻ അസറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ ബാലൻസ് ഷീറ്റ് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 കോടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞില്ലേ, 3rd ഫ്ലോർ പണിയാൻ വേണ്ടിയിട്ട്. ആ 10 കോടി ഞാൻ ആ അസറ്റിൻ്റെ നേരത്തെയുള്ള 20 ക്രോസിനും കൂടെ ആഡ് ചെയ്തിട്ട് മൊത്തം 30 ക്രോസ് എന്നായിരിക്കും ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കാണിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യണേ, അക്കൗണ്ട് ചെയ്യേണ്ടത്. അസറ്റായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിപ്രീസിയേറ്റഡ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഓഫ് കോഴ്സ് നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു അസറ്റിനുള്ള എക്സ്പെൻസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ നമ്മൾ നടത്തും. ഡസ് നോട്ട് റെഡ്യൂസ് പ്രോഫിറ്റ് ഇമീഡിയറ്റ്ലി. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് മറ്റേത് റവന്യൂ എക്സ്പെൻഡിച്ചറും കൂടെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇമീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് കുറയില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. പിന്നെ എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. യെസ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ്. കൺസ്ട്രക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ബിൽഡിങ്സ്, പർച്ചേസ് ഓഫ് വെഹിക്കിൾസ്, മേജർ അപ്ഗ്രേഡ്സ് ഓർ ഇംപ്രൂവ്മെൻറ്റ്സ് ടു എക്സിസ്റ്റിംഗ് അസറ്റ്സ് അഥവാ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ്, അതും എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഇസ് ദ എക്സ്പെൻഡിച്ചർ ഇൻവോൾവ് ഫോർ ദ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ദ ബിസിനസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, നമ്മുടെ കമ്പനി ലോങ് ടേമിലേക്ക് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ കൂട്ടുന്നൊരു ചിലവ്, അതിനൊക്കെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതല്ല, കുറച്ചും കൂടി ചെറുതാണ്, കുറച്ചും കൂടി ഷോർട്ട് ടേമാണ്. ഡേ ടു ഡേ റണ്ണിങ്, ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ എക്സ്പെൻസ്, അതിനാണ് എന്ത് വിളിക്കുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബെനിഫിറ്റ്സ് ആർ കൺസ്യൂംഡ് വിത്തിൻ ദ സെയിം അക്കൗണ്ടിംഗ് പീരീഡ്, ഡസ് നോട്ട് ക്രിയേറ്റ് ഓർ ഇംപ്രൂവ് നോൺ കറന്റ് അസറ്റ്. ഓക്കെ, നമ്മളൊരു അസറ്റിന് മുകളിൽ ചില എന്താണ് മെയിൻ്റനൻസ് വർക്ക് നടത്തുവാണ്. ഓക്കെ, അസറ്റിൻ്റെ മുകളിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് നടത്തുവാണ്. ഒരു ബിൽഡിങ്ങിൽ കുറച്ച് ജനാലയൊക്കെ പൊട്ടി ഇപ്പോൾ അത് റിപ്പയർ ചെയ്യുവാണ്, ഓടൊക്കെ മാറ്റുവാണ്, ടൈൽസൊക്കെ പൊട്ടി കിടന്ന് നമ്മൾ റിപ്പയർ ചെയ്യുവാണ് അല്ലേ. അത് ആക്ച്വലി മെയിൻ്റനൻസ് കോസ്റ്റാണ്. അത് ആക്ച്വലി എന്താ നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ് പോലെ തന്നെയാണ് അല്ലേ, ശരിയല്ലേ. അത് നമ്മൾ റവന്യൂ എക്സ്പെൻസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അസറ്റിൻ്റെ മുകളിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്ന ചിലവാണെങ്കിൽ എന്തായിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നേരത്തെ പറഞ്ഞ പോലെ ഒരു അസറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചിലവാണെങ്കിൽ എന്തായിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. എക്സ്ട്രാ പോയിൻ്റാണ് ഒന്ന് നോട്ട് ചെയ്യുന്നത്. യെസ്, അതാണ് സംഭവം. അതിൻ്റെ ഫീച്ചേഴ്സാണ് ഷോർട്ട് ടേം ബെനിഫിറ്റ് ആണ്. നമ്മളതിനെ ജസ്റ്റ് അസറ്റായിട്ടൊന്നും കാണിക്കില്ല, ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ കൂടെ ഒന്നും ആഡ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കും. റെഡ്യൂസ് പ്രോഫിറ്റ് ഇൻ ദ പീരീഡ് ഇൻകോർഡ് റിക്കേഴ്സ് റെഗുലർലി ആസ് പാർട്ട് ഓഫ് ദ ഓപ്പറേഷൻസ് അല്ലേ. ഇത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഒറ്റയടിക്ക് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും, SOP-യിൽ കാണിക്കും. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എന്താവും, പ്രോഫിറ്റ് കുറയും. മറ്റേതുപോലെ അല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ കമ്പാരിസൺ വരുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ, വേജസ് ആൻഡ് സാലറീസ്, ചിലവ്. ഓക്കെ, റെൻ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ഇപ്പോൾ പറഞ്ഞ പോലെ അസറ്റിന് മുകളിൽ, ഓഫീസ് എക്സ്പെൻസ്, റൊട്ടീൻ സർവീസിങ് കോസ്റ്റ്, ഇതെല്ലാം എന്താണ് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമ്മളതിൻ്റെ കമ്പാരിസൺ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് ലോങ് ടേം ആയിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഷോർട്ട് ടേം ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബെനിഫിറ്റ് പീരീഡ് മോർ ദാൻ 1 പീരീഡ് ആണ് എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ സെയിം അക്കൗണ്ടിങ് പീരീഡിലായിരുന്നു നമുക്ക് ബെനിഫിറ്റ് കിട്ടാം. ഓക്കെ, പിന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ക്യാപിറ്റലൈസ്ഡ് ആസ് അസറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇതാണെങ്കിലോ ചാർജ്ഡ് ആസ് മിയർ എക്സ്പെൻസ്. ഓക്കെ, ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ്, നോ ഇമ്മീഡിയറ്റ് റിഡക്ഷൻ. പ്രോഫിറ്റ് റെഡ്യൂസ് ആകുമെന്ന് ചോദിച്ചാൽ റെഡ്യൂസ് ആകും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നവർ, നമ്മളിപ്പോൾ ഒരു അസറ്റിനുള്ളൊരു അപ്ഗ്രേഡേഷൻ വരുത്തുവാണ്, ഞാൻ ഉടനെ തന്നെ അത് എക്സ്പെൻസ് ആയിട്ട് പോയി ഇവിടെ കാണിക്കില്ല, SOP-യിൽ കാണിക്കില്ല, പകരം അസറ്റിൻ്റെ കൂടെ ആഡാണ് ചെയ്യുന്നത്. അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്താൽ എന്താവും, അത് ത്രൂ ഔട്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് എന്താവും, ഡിപ്രീസിയേഷനായിട്ട് എങ്ങോട്ട് വരും, പ്രോഫിറ്റിലേക്ക് വരും. അങ്ങനെ പതിയെ പതിയെ പ്രോഫിറ്റ് അഫക്റ്റഡ് ആകും, ഉടനെ പ്രോഫിറ്റ് കുറയൂല. ഓക്കെ, പക്ഷേ മറ്റേതാണെങ്കിലോ ഉടനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് SOP-യിൽ കാണിക്കും. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താവും, പ്രോഫിറ്റ് കുറയും. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ ഞാൻ അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിന് ഡിപ്രീസിയേറ്റ് ആണ് ചെയ്യുക അല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ കൊണ്ടാണ് അതെന്താവുള്ളൂ, പ്രോഫിറ്റ് കുറയുള്ളൂ. മറ്റേതാണെങ്കിലോ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയും. ഓക്കെ, അതാണ് ഡിഫറൻസ് വരുന്നത്. യെസ്, ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷനിലെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ്, ഇപ്പോൾ ചില കേസിൽ നമ്മൾ ജഡ്ജ്മെൻറ്റ് വേണ്ടി വരും. റിപ്പയർസ് വേഴ്സസ് ഇംപ്രൂവ്മെൻറ്റ്സ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് മേജർ പാർട്സ്, അഡ്വർടൈസിങ് ക്യാമ്പയിൻസ്, ട്രെയിനിങ് കോസ്റ്റ്, ഇതൊക്കെ മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിനെ റവന്യൂ ആയിട്ട് കാണിക്കണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കണോ. ഓക്കെ, കുറേ മാനിപ്പുലേഷൻസ് നടക്കുന്ന ഏരിയ ആണ് ഈ ഒരു സംഭവം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പയർസ് ആണെങ്കിൽ എന്തായിരിക്കും, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഇംപ്രൂവ്മെൻറ്റ്സ് അഥവാ എൻഹാൻസ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. റീപ്ലേസ്മെൻറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, അഫ്കോഴ്സ് അത് റവന്യൂ ആയിട്ടേ നമ്മൾ കാണിക്കുള്ളൂ. ട്രെയിനിങ് കോസ്റ്റായിട്ട് നമ്മൾ എന്തായിരിക്കും കാണിക്കുന്നത്, അത് ജസ്റ്റ് റവന്യൂ ആയിട്ടേ കാണിക്കുള്ളൂ. ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യൂല, കാരണം എന്താ, എംപ്ലോയീസ് എപ്പോഴും കമ്പനിയിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ഓക്കെ, അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അറിയേണ്ടത്. ഓക്കെ, പിന്നെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ,
പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തില്ലെങ്കിൽ പ്രോഫിറ്റും അസറ്റ് വാല്യൂ അഫക്റ്റഡ് ആവും. ഞാനിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കമ്പനീസ് മെയിനായിട്ട് എപ്പോഴും എന്താ ചെയ്യാൻ അറിയോ, റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ക്യാപിറ്റലൈസ് ചെയ്യും. അപ്പോൾ അസറ്റ് കൂടും, ലാഭം കുറയത്തില്ല അല്ലേ. നിങ്ങൾ ഓഡിറ്റ് പോലത്തെ പേപ്പേഴ്സിൽ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തില്ല എങ്കിൽ അതാ പ്രശ്നം. മിക്ക കമ്പനീസും താല്പര്യം എന്തായിരിക്കും, ജസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ കാണിക്കാതെ ആ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കൊണ്ടുപോയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാനായിരിക്കും. ജഡ്ജ്മെൻറ്റൽ ഏരിയ ആണ്. സോ മാനേജ്മെൻറ്റിന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇമ്പാക്ട്സ് ഫിനാൻഷ്യൽ റേഷ്യോസ്, ഇൻഫ്ലുവൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻസ്, ഡിസിഷൻസ്, ശരിയല്ലേ. ഇൻകറക്റ്റ് ക്ലാസിഫിക്കേഷൻ ക്യാൻ മിസ്ലീഡ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്കീംസ്. ഷെയർ ഹോൾഡേഴ്സ് നോക്കുമ്പോൾ എന്താ, ഓക്കെ കമ്പനിയുടെ കയ്യിൽ ഇത്രയും വലിയ അസറ്റ് ഉണ്ട്, ശരിക്കും അത് അസറ്റ് ആയിരിക്കില്ല, റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുന്ന സാധനമായിരിക്കും, നമ്മൾ പറയുന്നത് അസറ്റായിട്ട് കാണിച്ചായിരിക്കും. ഷെയർ ഹോൾഡേഴ്സൊക്കെ നോക്കുമ്പോൾ എന്താ, ഓക്കെ കമ്പനിയുടെ കയ്യിൽ ഇത്ര അസറ്റ് ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ അവർ വിചാരിക്കും. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഓഡിറ്റിലേക്കുള്ളൊരു ഇതുപോലെ ബ്രിഡ്ജ് പോലെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, യെസ്, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ക്യാപിറ്റലൈസിങ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ പറഞ്ഞ പോലെ ക്യാപിറ്റലൈസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാൻ ഇൻഫ്ലുവൻസ് പ്രോഫിറ്റ്, ശരിയല്ലേ, പ്രോഫിറ്റ് കൂടും, എക്സ്പെൻസ് കുറയുന്ന കാരണം. യെസ്, പിന്നെ യൂസ് ടു മാനിപ്പുലേറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, ലിങ്ക് ടു എത്തിക്കൽ ബിഹേവിയർ ആൻഡ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. യെസ്, അപ്പോൾ അത്രയാണ് ആ ചാപ്റ്ററിൽ പറയാനുള്ളത്. ലാസ്റ്റ് പറഞ്ഞത് ജസ്റ്റ് ഓഡിറ്റിലേക്കുള്ള ഒരു സംഭവം പോലെയാണ്. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചാൽ അതിൽ വേറെ തല പോയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താണ് ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കി, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കി, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരിക്കും വരുന്നതെന്ന് നോക്കി. അപ്പോൾ ഓക്കെ, താങ്ക് യു.